കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. പിന്നെ പോലീസുകാർക്ക് ഞങ്ങൾ 3 വീട്ടുകാർ 2 പേര് പരാതി കൊടുത്തു. 5 തവണ അവന് പരാതി കൊടുത്തു. കഞ്ചാവായിരുന്നു. അപ്പൊ ഞങ്ങളെ വന്ന് വീട്ടിൽ വന്ന് ശല്യം ചെയ്തു. ചെറിയ കൊച്ചു മാത്രമുള്ള ചെറിയ കൊച്ചുണ്ട 5 എത്ര 6 വയസ്സ് 6 ഇപ്പൊ പറഞ്ഞോളൂ 6 വയസ്സാ കൊച്ചും അവള് ഉള്ള. ഞാൻ വണ്ടിയാ ഈ നാഷണൽ പെർമിറ്റ് ലോറിയും ബസ്സൊക്കെ ആയിട്ട് പോകണ എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ഞാൻ ആഴ്ചയിൽ മാസത്തിലേക്ക് വരാം. ഇവരായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ ഗൾഫിലായിരുന്നു, സൗദിയിലായിരുന്നു. ഞാൻ ലീവിന് വന്നതാണ്. ലീവിന് വന്ന് ആക്സിഡന്റ് പറ്റി നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് നാഷണൽ പെർമിറ്റ് ലോറിയും കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ മാസത്തിലൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ വരും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവള് ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് വെച്ചാൽ തല്ലുപിടിക്കാനുള്ള മൈൻഡ് ഇല്ല. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകണമായിരുന്നു. അതായത് ഇവൻ വെച്ചാൽ ഇതിൻ്റെ ഈ മതിൽ ചവിട്ടി കയറും വെച്ചാൽ എൻ്റെ മോളും ഇവളും മാത്രമുള്ളൂ. കയറിയിട്ട് ഒരേ ഇത് കാണിക്കുമ്പോൾ ഈ കുളിമുറിയുടെ വാതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നോക്കുക, ജലം തട്ട, അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് സംസാരിക്കാം. എന്നിട്ട് ഇവൻ്റെ അമ്മനോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരും. ഇവൻ്റെ അമ്മനോട് നമ്മൾ അയൽവക്കാണ്, തല്ല് പിടിക്കണ്ട, അയൽവക്കാണ് പറഞ്ഞ് സംസാരിക്കും. അവനെ വരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ചേട്ടാ ഇനി മേലാക്ക ഉണ്ടാവൂല, ഒന്നില്ല, അങ്ങനെ ഇങ്ങൊക്കെ പറഞ്ഞിട്ട് ഡീസൻ്റ് അതായിരുന്നു. അങ്ങനെ ഇവരായിട്ടും അലമ്പുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ ചേട്ടൻ ഗൾഫിലായിരുന്നു. അവൻ ഗൾഫിൽ ഞാൻ ഇതുവരെയ്ക്കും അവനെ കണ്ടിട്ടില്ല, ഇന്നുവരെയ്ക്കും കണ്ടിട്ടില്ല. ഇപ്പം ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനില്ല, ഇവിടെ ഇല്ല. അങ്ങനെ ഇവൻ ലീവിന് വന്നപ്പോൾ ലീവിന് വരുന്നതിന് മുന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്. പ്രശ്നം ഉണ്ടായി ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ചവിട്ടി പൊളിച്ചിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ സ്റ്റേഷൻ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പോലീസ് അവൻ്റെ ക്യാമറ വയ്ക്കാൻ പറഞ്ഞു. ഈ ക്യാമറ വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും അലമ്പുണ്ടായിട്ട്. എൻ്റെ ഈ റെക്കോർഡ് വരെ ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ഇട്ടുതരാം. നിങ്ങൾക്ക് ഈ റെക്കോർഡൊക്കെ പോലീസുകാർ കേൾപ്പിച്ചു കൊടുത്തു. അവിടെ വെച്ചാൽ ഈ ഗൾഫിലുള്ള പയ്യനില്ലേ, അവൻ്റെ ഭാര്യയും പിന്നെ അവിടുത്തെ വയസ്സായ അമ്മയും വയസ്സായ ചാച്ചനും 2 ചെറിയ കൊച്ചുങ്ങളും മാത്രമുള്ളൂ അവിടെ. ഇവിടെ വെച്ചാൽ എൻ്റെ ചെറിയ മോളും ഇവളും മാത്രമുള്ളൂ. അങ്ങനെ ഈ 2 വീട്ടിലായിരുന്നു എൻ്റെ അതിക്രമങ്ങൾ. ശല്യങ്ങൾ വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ആ വീഡിയോ കേട്ടോക്ക്. നിങ്ങൾ ആ വീഡിയോ കേട്ടോക്കിയിട്ട് നിങ്ങൾ അതിന് അഭിപ്രായം പറയും. എന്നുവെച്ചാൽ റെക്കോർഡുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വെച്ചത് വെച്ചാൽ ഇവളെ എൻ്റെ പെണ്ണിൻ്റെ നമ്പർ ഇവിടെ 2-3 ആൾക്ക് കൊടുത്തിട്ട് ആ റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡാണ് ഇവൻ പറഞ്ഞത്. എൻ്റെ മോളെ അങ്ങനെ ഈ ചെറിയ ഇത്ര 6 വയസ്സായ കൊച്ചിനെ ഞാൻ വിൽക്കാൻ വെച്ച് അവന് വിൽക്കാൻ വെച്ച് ഈ കൊച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ അത് റെക്കോർഡ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. ചേട്ടാ ഞാൻ കമ്പട്ടെ ഈ സംഭവം പോലീസ് ഉഷാറാൻ വെച്ചിട്ടുണ്ടല്ല, ഈ സംഭവം നടക്കൂല. മനസ്സിലായാ? ഇതിപ്പോ എന്താ ഉണ്ടായ ലഹരി ഉണ്ടായിരുന്നു. ലഹരി ഇല്ലാണ്ട് പിന്നെ എന്താ ചെയ്യതിപ്പോ?